Hello students, welcome to the second session in this third module. So in the previous session we have studied about basics of reciprocating pump. There we have concentrated on single acting pump, and we have studied the parts and also the discharge, how to calculate the discharge through a reciprocating pump, and also the work done by a reciprocating pump. So here we are going to focus on double acting reciprocating pump. So you can see here a picture. In case of a double acting pump, the water is acting on both sides of the piston. അപ്പോൾ പിസ്റ്റൻ്റെ ഈ സൈഡിൽ കൂടെയും വാട്ടർ വരുന്നുണ്ട്, ഈ സൈഡിലും വാട്ടർ ഉണ്ട്. സിംഗിൾ ആക്ടിംഗ് ആണെങ്കിൽ പിസ്റ്റൻ്റെ ഒരു സൈഡിൽ മാത്രമേ വാട്ടർ ആക്ട് ചെയ്യുന്നുള്ളൂ. ഡബിൾ ആക്ടിങ്ങിൽ ബോത്ത് സൈഡ്സ്. സോ യു ക്യാൻ സീ ഹിയർ 2 suction pipes, 2 delivery pipes, ആക്ച്വലി 2 suction valves and 2 delivery valves. എല്ലാം ഇരട്ടിയാണ്. സിംഗിൾ ആക്ടിങ്ങിൻ്റെ കേസിനെക്കാട്ടി ഇരട്ടിയാണ്. പക്ഷേ ഒരു പിസ്റ്റണും ഒരു കണക്റ്റിംഗ് റോഡ് ആൻഡ് കറസ്പോണ്ടിങ് എന്താണ് ക്രാങ്ക്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചത്, we require 2 suction pipes, 2 delivery pipes for double acting pump. So when there is a suction stroke on one side of the piston, there is, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സക്ഷൻ ചെയ്യണമെങ്കിൽ പിസ്റ്റൺ ഷുഡ് മൂവ് ലെഫ്റ്റ് വേർഡ്സ്. പക്ഷെ പിസ്റ്റൺ ലെഫ്റ്റ് വേർഡ്സ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ വാട്ടർ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ സൈക്കിളിൽ ഈ സക്ഷൻ പൈപ്പിലൂടെ വന്ന വാട്ടർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും, ഇതിലൂടെ ഡെലിവറി നടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോ ആണ്. അതേപോലെ അറ്റ് ദ സെയിം ടൈം വെൻ ദർ ഈസ് സക്ഷൻ ത്രൂ ദിസ് വാൾ, സക്ഷൻ ഇതിൽ നടക്കണമെങ്കിൽ പിസ്റ്റൺ ഷുഡ് മൂവ് ലെഫ്റ്റ് വേർഡ്സ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വാട്ടർ ഇതിലൂടെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ വി ഹാവ് continuously, so for one complete revolution of the crank there are 2 delivery strokes. ഒരു കംപ്ലീറ്റ് റവല്യൂഷനിൽ നമുക്ക് 2 ഡെലിവറി സ്ട്രോക്ക് കിട്ടും. പക്ഷേ നമ്മൾ സിംഗിൾ ആക്ടിംഗ് ആണെങ്കിൽ സിംഗിൾ ഡെലിവറി സ്ട്രോക്ക് ആയിരുന്നു. ഒരു കംപ്ലീറ്റ് റവല്യൂഷൻ ക്രാങ്ക് 0 to 360 തിരിയുമ്പോൾ സിംഗിൾ ആക്ടിംഗ് പമ്പിൻ്റെ കേസിൽ ജസ്റ്റ് 1 ഡെലിവറി സ്ട്രോക്ക് ആയിരുന്നു. പക്ഷേ ഇൻ കേസ് ഓഫ് ഡബിൾ ആക്ടിംഗ് പമ്പ്, when the crank is rotating through 360-degree angle, we are obtaining 2 delivery strokes. So suppose D is the dia of cylinder or piston. The piston means again cylinder itself. Small d is the dia of piston rod. കാരണം പിസ്റ്റൺ റോഡിൻ്റെ ഡയ കാണേണ്ട ആവശ്യമുണ്ട്. എന്താണ് ഈ പിസ്റ്റൺ റോഡ് എന്ന് പറയുന്നത്? സോ ദിസ് ഈസ് ദ പിസ്റ്റൺ റോഡ്. ഇപ്പോൾ ഇവിടെ ഏരിയ കുറഞ്ഞില്ലേ, ഇവിടെ കുറച്ച് ഏരിയ കുറയുന്നുണ്ട്, ഇവിടെ ഫുൾ ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്, ഇവിടെ ആ പിസ്റ്റൺ റോഡിൻ്റെ ഏരിയ നമുക്ക് കുറക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ സ്മോൾ ഡി എടുക്കുന്നത്. സോ ഏരിയ ഓഫ് ഓൺ വൺ സൈഡ് ഓഫ് പിസ്റ്റൺ, one side of piston, area on one side or left side, on left side എന്ന് വെച്ചാൽ π/4 d² തന്നെയാണ്. π/4 d². ഏരിയ ഓൺ റൈറ്റ് സൈഡ് ആണെങ്കിലോ, ഏരിയ ഓൺ റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ A1 π/4 d² തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് ചെറിയൊരു π/4 സ്മോൾ d² മൈനസ് ചെയ്യണം. ഇറ്റ് ഈസ് ഈക്വൽ ടു π/4 ക്യാപിറ്റൽ d² മൈനസ് സ്മോൾ d². സോ ദിസ് ഈസ് ദ ഏരിയ on the right side. So the volume of water delivered in one revolution of crank എത്രയായിരിക്കും? ഈ രണ്ട് ഏരിയ ഇസ് ഈക്വൽ ടു A ഇൻറ്റു ലെങ്ത് ഓഫ് സ്ട്രോക്ക് L തന്നെ, നേരത്തെ പറഞ്ഞ പോലെ, പ്ലസ് എന്തുണ്ട് A1 into L. So it is equal to A plus A1 into L, or π/4 d² plus π/4 d² minus small d² into L. ഇത്രയും വരും. Right? ഇത്രയും വരും. ആൻഡ് ഡിസ്ചാർജ് പെർ സെക്കൻഡ് എന്തായിരിക്കും? ഡിസ്ചാർജ് പെർ സെക്കൻഡ് ചെയ്യുമ്പോൾ നമ്മൾ RPM ആഡ് ചെയ്യണം അല്ലേ. ഡിസ്ചാർജ് ഓഫ് പമ്പ് പെർ സെക്കൻഡ്
ഇത് പെർ റെവല്യൂഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വോളിയം പെർ റെവല്യൂഷൻ ഇൻറ്റു RPM ഇൻറ്റു RPM, റെവല്യൂഷൻസ് പെർ RPS ആണ്, റെവല്യൂഷൻ പെർ സെക്കൻഡ്. RPM അല്ല, RPS, നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. സോ ഇറ്റ് ഈസ് π/4 d² പ്ലസ് π/4 d² മൈനസ് d² ഇൻറ്റു L ഇൻറ്റു RPM/60 അല്ലേ. So if the small d of the diameter of the piston is very small, if d is approximately equal to 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. ഓൾമോസ്റ്റ് 0 ഈക്വൽ ആണെങ്കിൽ അത് കമ്പയർ ടു ഡി, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ഡി വെരി മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ ഡി നടത്തും. അപ്പോൾ ഡി ക്യാൻ ബി, ഡി ഈസ് നെഗ്ലക്റ്റഡ്, അങ്ങനെ എടുക്കാം. സോ ക്യൂ വിൽ ബി π/4 d² പ്ലസ് π/4 d² ഇൻറ്റു LN/60 ആയി അല്ലേ. ഇതെന്താണ്, ടു ടൈംസ് ആയില്ലേ. സോ ക്യൂ ഈസ് ഈക്വൽ ടു 2 π/4 d², 2 ഇൻറ്റു π/4 d² ഇൻറ്റു L ഇൻറ്റു N/60. അപ്പോൾ ഇതെന്താണ്, എ അല്ലേ. സോ ദാറ്റ് ഈസ് 2a ln/60. അപ്പോൾ നേരത്തെ സിംഗിൾ ആക്ടിങ്ങിൻ്റെ കേസിൽ ALN/60 ആയിരുന്നു, ഇവിടെ 2ALN/60, 2ALN/60. അതേപോലെ വർക്ക് ഡൺ പെർ സെക്കൻഡ്, ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ρg ഇവിടെ 2 ടൈംസ് ചെയ്താൽ പോരെ, കാരണം ഡിസ്ചാർജ് 2 ടൈംസ് ആണ്. സിംഗിൾ ആക്ടിങ്ങിൻ്റെ കേസ് കമ്പയർ ചെയ്യുമ്പോൾ 2 ടൈംസ് ഓഫ് സിംഗിൾ ആക്ടിങ് കേസാണ്. അപ്പോൾ 2 ഇൻറ്റു ρg ALN/60 ഇൻറ്റു HS പ്ലസ് HD ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഇത് 2 ടൈംസ് ആഡ് ചെയ്താൽ മതി. 2 ടൈംസ് ρg ALN/60 ഇൻറ്റു HS പ്ലസ് HD. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, സ്ലിപ്പ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഒരു സ്ലിപ്പ് എന്നുള്ളൊരു ടേം. സോ വാട്ട് ഈസ് സ്ലിപ്പ്? Slip of a pump is defined as a difference between theoretical discharge and actual discharge. Actual discharge and theoretical discharge of പമ്പിൻ്റെ ഡിഫറൻസ് ആണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് സ്ലിപ്പ് ഈസ് ഈക്വൽ ടു Q theoretical minus Q actual. അപ്പോൾ പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു Q theoretical minus Q actual ബൈ Q theoretical ഇൻറ്റു 100. ഇതാണ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് സ്ലിപ്പ് ഈസ് ഈക്വൽ ടു 1 മൈനസ് Q actual ബൈ Q theoretical ഇൻറ്റു 100. 1 minus Q actual by Q theoretical into 100, or 1 minus CD into 100. 1 minus CD into 100. So CD is nothing but coefficient of discharge. Fluid mechanics in coefficient of discharge. Coefficient of discharge is equal to Q actual minus Q theoretical. The actual discharge of pump is always less than the Q theoretical. Theoretical discharge കാട്ടി കുറവായിരിക്കും actual discharge. Okay, actual discharge എപ്പോഴും theoretical കാട്ടി കുറവായിരിക്കും. അപ്പോൾ theoretical എന്ന് പറയുന്നത് നമ്മൾ ഈക്വേഷൻസ് പ്രകാരം കാണുന്നതാണ്. ഏത് ഇക്വേഷൻ? ഈ ALN/60 എന്നുള്ള ഇക്വേഷൻ പ്രകാരം കാണുന്നതാണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ആക്ച്വൽ ഡിസ്ചാർജ് നിങ്ങൾ ലാബൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവും. ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ CD തന്നിട്ടുണ്ടാവും. നമുക്ക് തിയററ്റിക്കൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണുന്നതാണ് തിയററ്റിക്കൽ ഡിസ്ചാർജ്. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ തിയററ്റിക്കൽ ഡിസ്ചാർജ്. നൗ നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറയുന്നൊരു കേസ്. നെഗറ്റീവ് സ്ലിപ്പ്. സോ
So slip is equal to the difference of theoretical discharge and actual discharge. So if actual negative slip potential, if Q actual is if Q actually is greater than Q theoretical, അങ്ങനെ ഒരു കേസ് വന്നാൽ is more than the theoretical discharge, the slip of the pump will be slip is negative എന്ന് പറയും, slip negative എന്ന് പറയും. So in that case, slip of the pump is known as negative slip. Negative slip occurs when the delivery pipe is short, suction pipe is long, and pump is running at high speed. അതായത് ഡെലിവറി പൈപ്പ് ഷോർട്ട് ആകുമ്പോൾ, സക്ഷൻ പൈപ്പ് ലോങ് ആകുമ്പോഴും RPM, പമ്പിൻ്റെ RPM വെരി ഹൈ. ഈ കേസിലാണ് നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് തിയററ്റിക്കൽ ഡിസ്ചാർജിനെക്കാട്ടി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ ആ കേസിൽ നമുക്ക് സ്ലിപ്പ് നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നൗ ക്ലാസിഫിക്കേഷൻ. എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ്സ്? ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ്. ആക്ച്വലി നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് അക്കോർഡിംഗ് ടു ദ വാട്ടർ ബീങ് ഇൻ കോണ്ടാക്ട് വിത്ത് വൺ സൈഡ് ഓർ ബോത്ത് സൈഡ്. അതായത് സിംഗിൾ ആക്ടിങ് ആണോ ഡബിൾ ആക്ടിങ് ആണോ. ഒന്ന് സിംഗിൾ ആക്ടിങ്, രണ്ട് ഡബിൾ ആക്ടിങ്. അതൊരു ക്ലാസിഫിക്കേഷനാണ്. രണ്ടാമത്തെ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് പ്രൊവൈഡ്. അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, മൾട്ടി സിലിണ്ടറുണ്ട്, സിംഗിൾ സിലിണ്ടർ. നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് പ്രൊവൈഡിനെ ബേസ് ആയിട്ട് നമുക്കെന്ത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ദർ ആർ സിംഗിൾ സിലിണ്ടർ ഉണ്ട്, സിംഗിൾ ഉണ്ട്, ഡബിൾ സിലിണ്ടർ ഉണ്ട്, ട്രിപ്പിൾ സിലിണ്ടർ ഉണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് ഇത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇതാണ്. അതായത് എത്ര സൈഡിലാണ് വാട്ടർ ആക്ട് ചെയ്യുന്നത്, സിംഗിൾ ആക്ടിങ് ആണോ ഡബിൾ ആക്ടിങ് ആണോ, എത്ര സിലിണ്ടർ യൂസ് ചെയ്തിട്ടുണ്ട്, സിംഗിൾ സിലിണ്ടർ ആണോ ഡബിൾ സിലിണ്ടർ ആണോ ട്രിപ്പിൾ സിലിണ്ടർ ആണോ. ഇങ്ങനെയാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സിനെ ക്ലാസിഫൈ ചെയ്യുക. നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് ഈ സെഷൻ കൂടെ നിർത്താം. സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് റണ്ണിങ് അറ്റ് 50 RPM. സോ 50 RPM, N 50 RPM തന്നിട്ടുണ്ട്. ഡെലിവേഴ്സ് 0.0, ഡെലിവേഴ്സ് എന്ന് വെച്ചാൽ ഡെലിവറി, ഡിസ്ചാർജ് 0.01 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതെന്താണ്? ക്യൂ ആക്ച്വലാണ്. ക്വസ്റ്റ്യനിൽ തന്ന ഡിസ്ചാർജ് ആണ്, അത് ആക്ച്വൽ ഡിസ്ചാർജ്. വാട്ടർ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൺ D, നമുക്ക് D എന്ന് തന്നിട്ടുണ്ട്. D ഈസ് ഈക്വൽ ടു 200 mm എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 0.2 മീറ്റർ തന്നിട്ടുണ്ട്. സ്ട്രോക്ക് ലെങ്ത് L 400 mm എന്ന് വെച്ചാൽ 0.4 മീറ്റർ ആണ്. ഡിറ്റർമിൻ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഓഫ് പമ്പ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, സ്ലിപ്പ് ആൻഡ് പെർസെൻറ്റേജ് സ്ലിപ്പ് ഓഫ് ദ പമ്പ്. തിയററ്റിക്കൽ ഡിസ്ചാർജ് Q തിയററ്റിക്കൽ കാണാൻ എന്ത് ചെയ്താൽ മതി? Q തിയററ്റിക്കൽ കാണാൻ സിംഗിൾ ആക്ടിങ് അല്ലേ, ALN/60. എന്ന് വെച്ചാൽ A is equal to π/4 D² ആണ്. π/4 D² എന്ന് വെച്ചാൽ π/4 × 0.2 whole square. So it will be some 0.031416 meter square കിട്ടും. അപ്പോൾ L 400 mm വന്നിട്ടുണ്ട്. Q തിയററ്റിക്കൽ എന്ന് പറയുന്നത് 0.03146 × L 0.4, N 50 / 60. So that value will be 0.01047 meter cube per second. So Q theoretical കിട്ടി. പക്ഷേ Q actually is already given as 0.01 meter cube per second. So slip is equal to Q theoretical minus Q actual. That is 0.0, എത്ര നമുക്ക് കിട്ടിയത്?
01047 01047 മൈനസ് 0.01. അപ്പോൾ വളരെ ചെറിയൊരു സ്ലിപ്പാണ്. എത്രയാണ്? 0.00047 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡാണ് സ്ലിപ്പ് കിട്ടുക. സ്ലിപ്പ് പെർസെൻറ്റേജ് സ്ലിപ്പ് നമുക്ക് സി ഡി കാണാം. സി ഡി എന്ന് വെച്ചാൽ എന്താണ്? ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയററ്റിക്കൽ ആണ്. ക്യൂ തിയററ്റിക്കൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.01047 divided by 0.01. It will be 0.955. CD 0.955. നമുക്ക് പെർസെൻറ്റേജ് സ്ലിപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി? പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറയുന്നത് 1 മൈനസ് സി ഡി ഇൻറ്റു 100. അതായത് 1 മൈനസ് 0.955 ഇൻറ്റു 100 ചെയ്താൽ you will get some 4.489%. 4.5 around 4.5% ആണ് സ്ലിപ്പ്. പെർസെൻറ്റേജ് സ്ലിപ്പ്. പെർസെൻറ്റേജ് സ്ലിപ്പ്. ഓക്കെ. സോ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് HS സപ്ലൈ സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും തന്നിട്ടില്ല. അപ്പോൾ അത് കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഡണ്ണും കാണാൻ. ഓക്കെ. So with this, we'll conclude this session. Thank you.